أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. صدق الله العلي العظيم. അള്ളാഹുവിൻ്റെ കിതാബിനെ തള്ളിയ, അതിനെ കളവാക്കുന്ന, പ്രവാചകനെ നിഷേധിക്കുന്ന അത്തരം ആളുകളെക്കുറിച്ച് പറഞ്ഞത് ഇന്നല്ലദീന കഫറു ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും. അള്ളാഹുവിനെതിരിൽ അവരുടെ ധനമോ അവരുടെ സന്താനങ്ങളോ ഒന്നും ഒരു പ്രയോജനവും ചെയ്യുകയില്ല. നരകത്തിൻ്റെ ഇന്ധനമാണവർ. കദബി ആലി ഫിറഔന, ഫിറഔനിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് അവർക്ക് സംഭവിക്കുക. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, കിതാബിനെ നിഷേധിക്കുന്ന ആളുകൾ കിതാബിലെ മുത്തശാബിഹാത്തിനെ പിൻപറ്റി അതിൻ്റെ തഅ്വീൽ അന്വേഷിച്ചുകൊണ്ട് ഫിത്ന ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതേസമയം വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബി, ഇൽമിൽ അടിയുറച്ച ആളുകൾ ഞങ്ങൾക്കിതിലൊക്കെ ഈമാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതർ ജൂതന്മാരാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഫിർഔനിൻ്റെ കാര്യം പറഞ്ഞത്. ഫിർഔനിൻ്റെ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് അവരാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നതാണ്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിയത്തൈനിൽ തഖത്ത, പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് സംഘത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയത്തുണ്ട്. ആ രണ്ട് സംഘത്തിൽ ഒന്നാമത്തെ സംഘം ഫിഅത്തുൻ തുഖാത്തിലു ഫീ സബീലില്ലാ, അവർ പോരാടിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. വഉഖറ, മറ്റുള്ള സംഘം പോരാടിയത്, മറ്റുള്ള സംഘമായിരുന്നു കാഫിറത്തുൻ, നിഷേധികളായ സംഘമായിരുന്നു. യറൗനഹും മിഥിലൈഹിം റഅയൽ ഐൻ, അവരെ കണ്ടു. അതായത് നിഷേധികളായ സംഘം ആദ്യത്തെ സംഘത്തെ കണ്ടു. മിഥിലൈഹിം, ഇരട്ടിയായിട്ട് കണ്ടു, അവരുടെ ഇരട്ടി ആളുകളുള്ളതായിട്ട് കണ്ടു. റഅയൽ ഐൻ, അവരുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു, വെറുതെ തോന്നിയതല്ല. കണ്ണുകൊണ്ട് ശരിക്കും മറ്റുള്ളവർ ഇരട്ടിയുള്ളതായിട്ട് അവർ നേരിട്ട് കണ്ടു. എന്താണ് സംഭവം? വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അള്ളാഹു അവൻ്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ. അള്ളാഹു അവൻ്റെ മലക്കുകളെ ഇറക്കി ആദ്യം പറഞ്ഞ ഫിയത്തിനെ, ആദ്യം പറഞ്ഞ ഗ്രൂപ്പിനെ അള്ളാഹു ശക്തിപ്പെടുത്തിയതാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, അതിലൊരു ഗുണപാഠമുണ്ട്, അതിലൊരു ഇബ്റത്തുണ്ട്. ആർക്കാണ് ഇബ്റത്തുള്ളത്? ഊലുൽ അബ്സാറിന് ഒരു ഇബ്റത്തുണ്ട്. ബദർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 300 ചില്ലാനം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്ര സംഭവമാണ്. പ്രവാചകൻ്റെ കൂടെ 82ഓളം മുഹാജിറുകളും ഔസ് ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് 61, 170 വീതം ആളുകളുമാണ് പ്രവാചകൻ്റെ കൂടെ പോയത്. അവർക്ക് ആകെ 2 കുതിരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 70 ഒട്ടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഓരോ ഒട്ടകത്തിൻ്റെ മേലും 2-3 ആൾക്കാർ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടാണ് പോയത്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വിശ്വാസികളുടെ ഗ്രൂപ്പ്, അവരുടെ ഫിയത്ത് യുദ്ധത്തിന് പോയത്. എന്നാൽ മറുവിഭാഗം, നിഷേധികളായ ഗ്രൂപ്പ്, മക്കയിലെ മുശ്രിക്കുകൾ, അവർക്ക് 1000 ചില്ലാനം ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല 100ഓളം കുതിരയും അനേകം ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. ആ സഹായത്തെക്കുറിച്ച് സൂറ അൽ അൻഫാലിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. വൈദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് സഹായം ചോദിച്ചപ്പോൾ ഫസ്തജാബ ലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു. എന്നിട്ട് അള്ളാഹു മലക്കുകൾക്ക് വഹി നൽകിയതായിട്ട് പറയുന്നുണ്ട് സൂറ അൻഫാലിൽ, ഇത് യൂഹി റബ്ബുക ഇലൽ മലായികത്തി അന്നീ മഅക്കും, മലക്കുകൾക്ക് നാം ബോധനം നൽകി. ഫതബ്ബിത്തുല്ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തണം, വിശ്വാസികളോടെ കൂടെ നിൽക്കണം. സൗൽഖി ഫി ഖുലൂബില്ലദീന കഫറു റുഅബ, നിഷേധികളുടെ കൽബിൽ നാം ഭയമിട്ടുകൊടുക്കും.
ഫളിരിബു ഫൗഖൽ അനാഖ്, നിങ്ങളവരുടെ പിരടികൾ വെട്ടുക. വളിരിബു മിൻഹും കുല്ല ബനാൻ, അവരുടെ എല്ലാവരുടെയും കൈവിരലുകൾ വരെ നിങ്ങൾ വെട്ടുക എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട്. അതായത് അവരുടെ കൈക്ക് വാള് പിടിക്കാനുള്ള താക്കത്ത്, ശക്തിയില്ലാത്ത വിധത്തിൽ അവരുടെ കൈയാകണം. അവരുടെ പിരടികൾ എളുപ്പത്തിൽ സത്യവിശ്വാസികൾക്ക് വെട്ടാൻ പാകത്തിൽ ആകണം. അങ്ങനെയൊക്കെ മലക്കുകളുടെ സഹായം അതിനൊക്കെ നൽകാൻ വേണ്ടി അള്ളാഹു മലക്കുകൾക്ക് ബോധനം നൽകുന്നുവെന്ന് സൂറ അൽ അൻഫാലിൽ പറയുന്നുണ്ട്. മലക്കുകൾ പ്രസൻ്റായിരുന്നു എന്ന് ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മലക്കുകളുടെ പ്രസൻസ് എങ്ങനെയായിരുന്നു, അവരുടെ സഹായം എவ்விധമായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഗൈബിയായ വിഷയമാണ്. മലക്കുകളും മലക്കുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഗൈബിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. അള്ളാഹു പറഞ്ഞു മലക്കുകളെ ഇറക്കുമെന്ന്, അവൻ പറഞ്ഞു അവനെ ഇറക്കിയെന്ന്, അതൊക്കെ സത്യമാണ്. ബദ്ർ യുദ്ധത്തിൽ സത്യനിഷേധികളായ ആളുകൾ സത്യവിശ്വാസികളെ ഇരട്ടിയായിട്ട് അവർ കാണുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ കണ്ടു എന്നത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് റഅയൽ ഐൻ എന്ന് വീണ്ടും കൂട്ടിച്ചേർത്തത്. അവരുടെ കണ്ണുകൊണ്ട് കണ്ടു. അള്ളാഹു പറയുന്നു ദാലിക ബിഅന്നഹും ഷാഖുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും അവർ എതിർപ്പും പ്രകടിപ്പിച്ചതുകൊണ്ടാണ്, അവർക്കെതിരെ നീങ്ങിയതുകൊണ്ടാണ്. വമൻ യുശാഖിഖില്ലാഹ വ റസൂലഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിനോടും അവൻ്റെ ദൂതരോടൊക്കെ ശത്രുത കൈക്കൊണ്ട് അവരെ എതിരിടാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു ഫൈനല്ലാഹ ഷദീദുൽ ഇഖാബ്, അവൻ ശക്തമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ബദ്ർ യുദ്ധത്തിൽ സംഭവിച്ചത്, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. കദബി ആലി ഫിർഔൻ എന്ന് നേരത്തെ പറഞ്ഞു. ഫിർഔനിൻ്റെയും ആളുകൾക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും. ബദ്ർ യുദ്ധം അതിന് തെളിവാണ്. അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. 2 ഫിയത്ത്, 2 ഗ്രൂപ്പ് ഏറ്റുമുട്ടി. അതിലൊരു ഗ്രൂപ്പിനെ അള്ളാഹു സഹായിച്ചു. ആലു ഇമ്രാൻ്റെ അടുത്തായത്തിൽ പറയുന്നത് സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസായി വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ്ദഹബി വൽ ഫില്ലത്തി വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അനാമി വൽ ഹർസ് ദാലിക മത്താഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ജനങ്ങൾക്ക് സുയ്യിന, സീനത്താക്കപ്പെട്ടു, അലങ്കാരമാക്കപ്പെട്ടു, അവർക്ക് കൗതുകമാക്കപ്പെട്ടു. ഹുബ്ബു ഷഹവാത്ത്, ഷഹവാത്തിനോടുള്ള ഹുബ്ബ്. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ അധികം അട്രാക്ഷനുള്ള, വളരെയധികം ആകർഷിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതേതൊക്കെയാണെന്ന് പറയുന്നു. മിനൻ നിസാ, സ്ത്രീകളെയും, വൽ ബനീന, കുട്ടികളെയും, ഭാര്യമാരെയും കുട്ടികളെയും, അതുപോലെ വൽ ഖനാതീരിൽ മുഖന്തറ, ഒരുപാട് കൂമ്പാരം, ശേഖരം, മിനദ്ദഹബി വൽ ഫില്ലത്തി, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അനേകം കൂമ്പാരത്തോടും മനുഷ്യന് വലിയ ഹുബ്ബാണ്. വൽ ഖൈലിൽ മുസവ്വമ, നല്ല അടയാളമുള്ള കുതിരകൾ, നല്ല മാർക്കുള്ള, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുതിരകൾ. വൽ അൻആമി വൽ ഹർസ്, കാലികളും അതുപോലെ കൃഷിയും. ഇങ്ങനത്തെ ഇക്കാര്യങ്ങളൊക്കെ, കൃഷിയും കാലികളും നല്ല കുതിരകൾ, വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുതിരകളെന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും നല്ല വാഹനമാണ്. അനേകം സ്വർണവും വെള്ളിയും, അഥവാ വലിയ മണിയുടെ പൊസഷൻ, അതുപോലെ കുട്ടികളോടും സ്ത്രീകളോടുമുള്ള ഹുബ്ബ്, ഇതൊക്കെ മനുഷ്യന് വളരെ അലങ്കാരമാക്കപ്പെട്ടിരിക്കുകയാണ്. ദാലിക മത്താഉൽ ഹയാത്തി ദുനിയ, ഇതൊക്കെ ദുനിയാവിൻ്റെ മത്താആണ്, ദുനിയാവിൻ്റെ ഉപകരണമാണ്, ജീവിതത്തിൻ്റെ ചരക്കുകളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ല മആബ് ഉള്ളത്. മആബ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാനുള്ള, മടങ്ങിപ്പോകാനുള്ള ഏറ്റവും നല്ല സ്ഥലം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഏറ്റവും നല്ല ലക്ഷ്യം അള്ളാഹുവാണ്. പക്ഷേ മനുഷ്യർക്ക്, നിഷേധികളായ ആളുകളുടെ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, അവർക്ക് ഇത്തരം കാര്യങ്ങളോടുള്ള ഹുബ്ബാണ് സീനത്താക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ അലങ്കാരം ഇതൊക്കെയാണ്, ഇതാണ് അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അവർ ഊലുൽ അബ്സ്വാർ അല്ലാതാകുന്നു. ഊലുൽ അബ്സ്വാറിന് ഇബ്റത്തുണ്ട് എന്നാണ് പറഞ്ഞത്. 2 കൂട്ടർ ഏറ്റുമുട്ടിയ 2 ആളുകളുടെ വിഷയത്തിൽ ആ കാര്യത്തിൽ ഊലുൽ അബ്സ്വാറിന്, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അതിൽ ഇബ്റത്തുണ്ട്. പക്ഷേ മനുഷ്യരുടെ അവസ്ഥ, നിഷേധികളുടെ അവസ്ഥ, അവരിത്തരം ഭൗതികമായ പ്രലോഭനങ്ങളാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബദ്ർ യുദ്ധത്തിൽ പ്രവാചകനെതിരെ പുറപ്പെട്ടിരുന്ന മക്കയിലെ മുശ്രിക്കുകളായ ആളുകളുടെ സൈന്യവും അതുപോലെ മദീനയിലുള്ള യഹൂദ ഗോത്രങ്ങളും ഒരുപാട് അഹങ്കരിച്ചിരുന്നു. അള്ളാഹു പറയുന്നുണ്ട് സൂറ അൽ അൻഫാലിൽ, വലാ തക്കൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറം വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാ. നിങ്ങൾ വീട്ടിൽ നിന്ന് വളരെ അഹങ്കാരത്തോടെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തെ തടയാൻ പുറപ്പെട്ട ആളുകളെപ്പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വൈദ് സയ്യന ലഹുമു ഷെയ്ത്താനു അഅമാലഹും, അവരുടെ അമലുകൾ ഷെയ്ത്താൻ അവർക്ക്
സീനത്താക്കി കാണിച്ചു കൊടുത്തു, അലങ്കാരമായി കാണിച്ചു കൊടുത്തു. ഷെയ്ത്താൻ അവരോട് പറഞ്ഞു, വക്കാല ലാ ഗാലിബലക്കുമുൽ യൗമ മിനന്നാസ്, ജനങ്ങളിൽ ആരും നിങ്ങളെ തോൽപ്പിക്കില്ല, വൈന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഫലമ്മ തറാഅത്തിൽ ഫിഅത്താനി, രണ്ട് ഗ്രൂപ്പും പരസ്പരം കണ്ടപ്പോൾ, പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങിയപ്പോൾ, നക്കസ അല അഖിബൈഹി വക്കാല ഇന്നി ബരീഉം മിൻകും, പിശാച് പിന്മാറിക്കളഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല. ഇന്നി അറാ മാല തറൗന, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഹാഫുല്ല, എനിക്ക് അള്ളാഹുവിനെ പേടിയുണ്ട്. വല്ലാഹു ഷദീദുൽ ഇഖാബ്, അവൻ നല്ല കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. ഇത് പിശാചിൻ്റെ ഒരു സ്വഭാവമാണ്. പിശാച് തെറ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കും, പക്ഷേ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അതിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞാൽ അവൻ പിന്മാറും. അതുകൊണ്ടാണ് പിശാചിനെക്കുറിച്ച് അൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറയുന്നത്. അൽ ഖന്നാസ് എന്നത് പിശാചിൻ്റെ മറ്റൊരു സിഫത്താണ്. വന്നിട്ട് ദുർബോധനം ചെയ്ത് മാറിക്കളയും, ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. അതൊരു പിശാചിൻ്റെ രീതിയാണ്. ഇവിടെ പറയുന്നത് പിശാച് ആദ്യം അവരെ പ്രോത്സാഹിപ്പിച്ചു, പക്ഷേ രംഗത്തെത്തിയപ്പോൾ പിശാച് പിന്മാറിക്കളഞ്ഞു. അങ്ങനെ പിശാച് പിന്മാറിക്കളഞ്ഞപ്പോഴാണ് അവർക്ക് സത്യവിശ്വാസികളെ ഇരട്ടിയായിട്ടൊക്കെ ശരിക്ക് കാണാൻ തുടങ്ങിയത്. അതുവരെ അവർ വിചാരിച്ചിരുന്നത് ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് വലിയ സൈന്യം, ഞങ്ങൾ ജയിക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷേ അവർ രംഗത്തെത്തിയപ്പോൾ പിശാച് പിന്മാറിക്കളഞ്ഞു. അതുപോലെ തന്നെ മദീനയിലുള്ള മുനാഫിക്കുകളും, ഇത് യഖൂലുൽ മുനാഫിഖൂന, സൂറ അൽ അൻഫാലിലെ അടുത്ത ആയത്തിൽ അങ്ങനെയാണ് പറയുന്നത്. മുനാഫിക്കുകൾ പറഞ്ഞപ്പോൾ, വല്ലദീന ഫി ഖുലൂബിഹിം മറലുൻ, കൽബിൽ രോഗമുള്ള ആളുകളും പറഞ്ഞു, ഗർറ ഹൗലായി ദീനുഹും, ഇവരുടെ ദീൻ ഇവരെ ചതിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇവരുടെ ദീനിനോടുള്ള ഈ കമ്മിറ്റ്മെൻറ്റ് മക്കയിലെ മുശ്രിക്കുകളോട് ഏറ്റുമുട്ടാൻ ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവസാനം ഇവർ ചതിയിലകപ്പെടുകയാണ്, ഇവരെ തന്നെ നശിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, അമൻ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹക്കീം, ആരെങ്കിലും അള്ളാഹുവിന് തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അസീസാണ്, അവൻ ഹക്കീമുമാണ്. എന്നിട്ട് പറയുന്നു, വലൗ തറ ഇത് യതവഫല്ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഹവും, നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ മുഖത്തും അതുപോലെ പിറകിലൊക്കെ അടിച്ചുകൊണ്ട് കാഫിറുകളെ മരിപ്പിക്കുന്ന രംഗം കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നു. ദാലിക ബിമാ ഖദ്ദമത്ത് ഐദീക്കും വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അത് അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയതാണ്. അത് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത്, കദ ബി ആലി ഫിറഔന വല്ലദീന മിൻ ഖബലിഹിം, ആലു ഫിറൗനും അവരുടെ മുമ്പുള്ള ആളുകൾക്കും സംഭവിച്ചതുപോലെ തന്നെ. സൂറ അൽ അൻഫാലിലും ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്, കദ ബി ആലി ഫിറൗന വല്ലദീന മിൻ ഖബലിഹിം, അവരെന്താ ചെയ്തത്? കഫറു ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ തെറ്റുകൾ, തിന്മകൾ കാരണം അള്ളാഹു അവരെ പിടികൂടി. അപ്പോൾ ഈ ബദ്ർ യുദ്ധം മൂസാ അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള ഫിർഔനിൻ്റെ സംഭവവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇവിടെയും അതുപോലെ സൂറ അൽ അൻഫാലിലുമൊക്കെ പറയുന്നുണ്ട്. ഇത് ജൂതർക്കും വലിയൊരു ഗുണപാഠം ഇതിലുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ഖുൽ ഔ നബ്ബിയുക്കും ബി ഖൈരിൻ മിൻ ദാലിക്കും, നിങ്ങൾക്കതിനേക്കാൾ നല്ലത് പറഞ്ഞു തരട്ടെ. അതായത് ഈ ഹുബ്ബു ഷഹവാത്തി മിനൻ നിസായി വൽ ബനീന എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്ത്രീകളോടും കുട്ടികളോടും അതുപോലെ ധനകൂമ്പാരങ്ങളോടും നിങ്ങളുടെ കുതിരകളോടും കാലികളോടും കൃഷിയോടുമൊക്കെയുള്ള ഹുബ്ബ്, ആ ഹുബ്ബിന് വേണ്ടിയാണല്ലോ നിങ്ങൾ അള്ളാഹുവിനെ തള്ളുന്നത്, അവൻ്റെ പ്രവാചകനെ തള്ളുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പറഞ്ഞു തരട്ടെ. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ, അള്ളാഹുവിന് തഖ്വയുള്ളവർക്ക് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ തോട്ടങ്ങളുണ്ട്. തജ്രി മിൻ തഹ്തിയൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ട്. ഖാലിദീന ഫീഹ വഅസ്വാജ് മുതഹറ, അതിലവർ നിത്യവാസികളാണ്. അതിൽ പരിശുദ്ധരായ ഇണകളുണ്ട്. പരിളുവാനും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്. അള്ളാഹു ബസീറും ബിൽ ഇബാദ്, അവൻ്റെ ഇബാദുകളെ, അബ്ദുകളെ അവനെപ്പോഴും കാണുന്നവനാണ്. അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന, അവരുടെ പ്രത്യേകത, ആ തഖ്വയുള്ള ആളുകളുടെ പ്രത്യേകത, അവരെപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. റബ്ബേ ഇന്നന ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചവരാണ്. ഫഗ്ഫിർ ലനാ ദുനൂബന, അതിനാൽ ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ. വഖിന അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ. അവരാരാണ്? അസ്വാബിരീന, അടിയുറച്ചു നിൽക്കുന്നവരാണ്. എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും ആ പ്രയാസങ്ങളിൽ മനോവീര്യം നഷ്ടപ്പെട്ട് തകർന്നു പോകുന്നവരല്ല, അടിയുറച്ചു നിൽക്കുന്നവരാണ്. വസ്വാദിഖീന, സത്യസന്ധരാണ്. അവരടിയുറച്ചു നിൽക്കുന്നവരാണെന്ന് മാത്രമല്ല അവരുടെ പ്രത്യേകത, സത്യസന്ധരാണ്. വൽ ഖാനിത്തീന, അനുസരണമുള്ളവരാണ്. വൽ മുൻഫിഖീന, ധനം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അസ്ഹാർ എന്ന് പറഞ്ഞാൽ സഹർ, പ്രഭാതം, അതിൻ്റെ പ്ലൂരലാണ് അസ്ഹാർ. പ്രഭാതങ്ങളിൽ
അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ്. ആദ്യം പറഞ്ഞു ഫഗ്ഫിർലന ദുനൂബന എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ഇസ്തിഗ്ഫാറാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. തുടക്കവും അവസാനവും അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്, അത് പ്രഭാത സമയത്ത് ചെയ്യുന്നവരാണ്. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രഭാതത്തെക്കുറിച്ചും ഹദീസുകളിലും ഖുർആനിലും വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല സമയമാണ് അള്ളാഹുവിനോട് പാപമോചനം ചെയ്യാൻ, പാപമോചനം തേടാൻ എന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണ് രാത്രി സമയം. യൻസിലുല്ലാഹു അസ്സ വജല്ല ഇലാ സമാഇ ദുന്യ കുല്ല ലൈലത്തിൻ ഹീന യംലി സുലുസുൽ ലൈലി എന്ന് പറഞ്ഞ് ഹദീസിൽ പറയുന്നുണ്ട്. രാത്രിയുടെ മൂന്നാമത്തെ ഭാഗത്തിൻ്റെ ആദ്യത്തിൽ അള്ളാഹു ആകാശത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി വരും. അഥവാ അള്ളാഹു ഏറ്റവും കൂടുതൽ അബ്ദിനെ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. ഫയഖൂലു അനൽ മലിക്, എന്നിട്ട് അള്ളാഹ് പറയും ഞാനാണ് രാജാവ്. അനൽ മലിക്, ഞാനാണ് രാജാവ്. മന്ദല്ലദീ യദ്ഊനി ഫഅസ്തജീബു ലഹു, ആരെങ്കിലും ഉണ്ടോ എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. മന്ദല്ലദീ യസ്അലുനി ഫഉഅതി, ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ, ഞാൻ അവന് നൽകാം. മന്ദല്ലദീ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു, ആരെങ്കിലും പാപമോചനം തേടുന്നവരുണ്ടോ, എങ്കിൽ ഞാൻ അവന് പാപമോചനം നൽകാം എന്ന് അള്ളാഹു പറയുന്നതായിട്ട് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഫലാ യസാലു കദാലിക ഹത്താ യത്ലു അൽ ഫജ്ർ, ഫജ്ർ ആകുന്നത് വരെ അള്ളാഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ സൂറ അൽ ഖമറിൽ കാണാം ഇന്ന അർസൽന അലൈഹിം ഹാസിബൻ ഇല്ല ആല ലൂത്തിൻ നജ്ജൈനാഹും ബിസഹർ. ആലുലൂത്തിനെ, ലൂത്തിനെയും ലൂത്തിൻ്റെ അനുയായികളെയും അള്ളാഹു രക്ഷിച്ചു ബിസഹർ, പ്രഭാതത്തിൽ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. സഹർ എന്നുള്ളത് സിഹറും ഒരേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ്. സിഹർ എന്ന് പറയുന്നത് അവ്യക്തമാകുന്നതിനാണ്. സഹർ എന്ന് പ്രഭാതത്തിന് പറയാൻ കാരണം ഇരുട്ടാണ്, വെളിച്ചം വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു അവ്യക്തമായ സമയമാണ്. സഹൂർ എന്ന് പ്രഭാതത്തിൻ്റെ ഭക്ഷണത്തിന് പറയും. അസഹൂറു തുആമു സഹിരി വ ഷറാബുഹു, പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണവും പാനീയവും അതിനൊക്കെ സഹൂർ എന്ന് പറയും. നോമ്പിന് രാവിലെ കഴിക്കുന്ന അത്തായത്തിൻ്റെ പേരാണത്. അപ്പോൾ രാവിലെ പ്രഭാത സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് എന്ന് ഖുർആനിൽ തന്നെ വിശ്വാസികളുടെ ഒരു സിഫത്തായിട്ട് പറയുന്നുണ്ട്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പ്രഭാതങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് എന്ന് സൂറ ദാരിയാത്തിൽ പറയുന്നുണ്ട്. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ അല്പം മാത്രമാണ് അവർ വിശ്രമിക്കുന്നത്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പ്രഭാതങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. വഫി അംവാലിഹിം ഹക്കുൻ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ ധനങ്ങളിൽ ചോദിക്കുന്നവർക്കും ചോദിക്കാതെ തടയപ്പെട്ട ആളുകൾക്കുമൊക്കെ അവകാശമുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, അവർ ഇസ്തിഗ്ഫാർ പ്രഭാതങ്ങളിൽ ചെയ്യുന്നവരാണ്, അവർ ധനം ചെലവഴിക്കുന്നവരാണ്. മുൻഫിഖീന, അവർ ഖാനിത്തീന, അനുസരിക്കുന്നവരാണ്. വസ്വാദിഖീന, എപ്പോഴും സത്യസന്ധത നിലനിർത്തുന്ന, സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളാണ്. വസ്വാബിരീന, ക്ഷമാലുക്കളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് മുത്തഖീങ്ങൾ. അത്തരം ആളുകൾക്ക് അള്ളാഹുവിങ്കൽ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന തോപ്പുകളുണ്ട്. അതാണ് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹു പറയുന്നു. അടുത്ത ആയത്ത് തൊട്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.